തല ചൊറിഞ്ഞോണ്ടിരിക്കാതിരുന്ന് രണ്ടക്ഷരം പഠിക്കാൻ നോക്ക്. അതെങ്ങനാ കുളിക്കാനും തലചീകി പേനെടുക്കാനൊക്കെ മൊബൈല് താഴെ വെച്ചിട്ട് സമയം വേണ്ടേ മോക്ക്? സകലം കൊടുക്കും. ഈ മുടിക്ക് എങ്ങനെ കറുപ്പ് നിറം കിട്ടുന്നത്? എല്ലാരെയും കാര്യത്തിൽ എന്താന്ന് അറിയില്ല, ഇവളെ കാര്യത്തിൽ അത് പേൻ തന്നെ. ഇത് നമ്മളെല്ലാരും വീട്ടിൽ കാണുന്ന ഒരു കാഴ്ചയായിരിക്കാം അല്ലെ? പക്ഷെ തലയിലെ പേൻ അത്ര നിസ്സാരക്കാരനല്ല. ഒരൊറ്റ പേന് മതി നമ്മളെ വട്ടം കറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തല നിറയെ പേനുള്ളവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കഷ്ടമായിരിക്കും അല്ലെ? എങ്ങനെ നിങ്ങളുടെ തലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ തലയിൽ പെൻശല്യം ഒഴിവാക്കാം എന്ന് വിചാരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ദിവസവും കുളിക്കുക, ദിവസവും തല ചീകി വൃത്തിയാക്കുക, ഡോക്ടർമാർ നിർദ്ദേശിച്ച പെയിൻ ഷാമ്പു അല്ലെങ്കിൽ ലോഷൻ കൃത്യമായി ഉപയോഗിക്കുക. ചികിത്സയ്ക്ക് ശേഷം നേരത്തെ പല്ലുള്ള പേൻചീപ്പ് കൊണ്ട് തലയിലെ പേനും ഈരും ശ്രദ്ധാപൂർവ്വം നീക്കം ചെയ്യുക. ഇത് തലയിൽ വീണ്ടും പേൻ ഉണ്ടാവുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു. ആദ്യത്തെ ചികിത്സ കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ വീണ്ടും ചികിത്സ നടത്തുക. ഇത് പുതുതായി ഉണ്ടായ പേനുകളെ നശിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു. പേനുള്ള വ്യക്തി ഉപയോഗിച്ച തുണികൾ, ബെഡ്ഷീറ്റ്, ടവൽ എന്നിവ ചൂടുവെള്ളത്തിൽ കേകി നന്നായി ഉണക്കുക. കേൾക്കാൻ പറ്റാത്ത വസ്തുക്കൾ പ്ലാസ്റ്റിക് ബാഗിൽ കെട്ടി 2 ആഴ്ചത്തേക്ക് മാറ്റിവെക്കുക. മുടി ചീകാൻ ഉപയോഗിക്കുന്ന ചീപ്പുകൾ നല്ല ചൂടുവെള്ളത്തിൽ 5-10 മിനിറ്റ് വെക്കുക. ഇങ്ങനെ നമ്മുടെ ശരീരവും നമ്മുടെ ചുറ്റുപാടും ഹൈജീനിക്കായി കീപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് പേൻ ശല്യം പരമാവധി കുറയ്ക്കാവുന്നതാണ്. ഇനി കളിയിൽ അല്പം കാര്യം പഠിക്കാം. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് കാലിഡോ.